ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടുത്ത 10 കറണ്ട് അഫെയറുമായിട്ട് എത്തിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കറണ്ട് അഫെയറുകളാണ്. നമ്മളതിങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ടല്ലേ കറണ്ട് അഫെയറുകളുടെ നമ്പേഴ്സ്. അപ്പം എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എപ്പോഴും നമ്മൾ ലക്ഷ്യത്തെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ പഠിക്കല്ലേ? ഓക്കെ, റെഡി. നമ്മളിന്ന് ഇന്ത്യയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കറണ്ട് അഫെയറുകളാണ് ഫസ്റ്റ് വൺ നോക്കുക. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ അടുത്തിടെ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ഹൈലൈറ്റ് എന്താണ്? പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂളാണ്. അത് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ഉത്തർപ്രദേശ്. ആലോചിച്ച് വെക്കട്ടെ. അതായത് പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ അടുത്തിടെ എവിടെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? എവിടെയാണ് പറയൂ? ഉത്തർപ്രദേശ്. സെക്കൻഡ് വൺ, സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ളവർ കൃഷിഭൂമി വാങ്ങുന്നത് താൽക്കാലികമായി വിലക്കേർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം. അതായത് സംസ്ഥാനത്തുനിന്ന് പുറത്തുനിന്ന് വരുന്ന ആളുകള് കൃഷിഭൂമി വാങ്ങിക്കുന്നത് താൽക്കാലികമായിട്ട് താൽക്കാലികമായിട്ട് വിലക്കേർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ്. ഓർത്തു വെക്കട്ട, ഉത്തരാഖണ്ഡ്. മറ്റേത് ഉത്തർപ്രദേശ് ആയിരുന്നു. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂള് ഉദ്ഘാടനം ചെയ്തത് എവിടെയാ ചോദിച്ചാൽ അത് ഉത്തർപ്രദേശ് ആണ്. എന്നാൽ സംസ്ഥാനത്തിന് പുറത്ത് നിന്നുള്ളവര് കൃഷിഭൂമി വാങ്ങിക്കുന്നത് താൽക്കാലികമായിട്ട് വാങ്ങിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡ് ആണ്. ക്ലിയർ ആയല്ലോ? തേർഡ് വൺ, ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഒഡീഷയാണ്. ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി എവിടെയാണ്? ഒഡീഷയിലാണ്. ജാർസുഗുഡ ഓർത്തു വെക്കാട്ടോ. നെക്സ്റ്റ്, 2024 മികച്ച റിപ്പബ്ലിക് ദിന ടാബ്ലോ അവാർഡ് നേടിയ സംസ്ഥാനം ഏതാണ്? ഒഡീഷ തന്നെയാണ്. 2024 കേട്ടോ. ഓർത്തു വെക്കുക, 2024 മികച്ച റിപ്പബ്ലിക് ദിന ടാബ്ലോ അവാർഡ് നേടിയ സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ക്ലിയർ ആയല്ലോ? ഫിഫ്ത് വൺ, ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ്. ലോകത്തിലെ തന്നെയാണ് കേട്ടോ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോകത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ക്ലിയർ ആയല്ലോ? സിക്സ്ത് വൺ, രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണെന്ന് ചോദിച്ചാൽ ഛത്തീസ്ഗഡ് നിയമസഭയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ എന്ന് ഓർത്തു വെക്കുക. ഏതാണ്? ഛത്തീസ്ഗഡ് നിയമസഭ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭയാണ് നമ്മുടെ ഛത്തീസ്ഗഡ് നിയമസഭ. ഓക്കെ. സെവൻത് വൺ, ഭൗമസൂചിക പദവി ലഭിച്ച ഫൂൽക്കാരി എന്ന വില കൂടിയ എംബ്രോയിഡറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കലാരീതി നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദിച്ചത്. പഞ്ചാബാണ് ഉത്തരം. എന്താ സംഭവം? ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ള ഫൂൽക്കാരി എന്ന വില കൂടിയ എംബ്രോയിഡറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കലാരീതി. അതായത് വില കൂടിയ എംബ്രോയിഡറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കലാരീതിയാണ് എന്ത്? ഫൂൽക്കാരി. ഇത് നിലനിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. ഇതിന് ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുക. നെക്സ്റ്റ്, ഇന്ത്യയിൽ ഒരു സംസ്ഥാനം ആദ്യമായി കായിക ഉച്ചകോടി സംഘടിപ്പിച്ചത് ഏത് സംസ്ഥാനമാണ്? കേരളമാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് കായിക ഉച്ചകോടി സംഘടിപ്പിച്ച സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ നമ്മുടെ കേരളമാണ് എന്ന് ഓർമ്മ വേണം. നയൻത് വൺ, കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും ആരാണ്? കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ഏറ്റവും മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനം അതും കേരളം തന്നെയാണ്. എന്താണ്? കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിൽ ഏറ്റവും മികച്ച പ്രകടനത്തിനുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാടോ? കേരളമാണ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് 10th വൺ, രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങൾക്കുള്ള 2023
സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരം ലഭിച്ചത്? എന്തിനാണ് കിട്ടിയത്? രാജ്യത്ത് ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങൾക്കുള്ള 2023 ഓർത്തു വെക്കണം. സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരം ലഭിച്ചത് ഇൻഡോറിനും സൂറത്തിനുമാണ്. രണ്ടുപേർക്ക് കിട്ടിയിട്ടുണ്ട്, ഇൻഡോറിനും സൂറത്തിനും. 1,00,000 താഴെ മാത്രം ജനസംഖ്യയുള്ള ഇന്ത്യയിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമാണ് സസ്വാദ്. എവിടെയുള്ളതാണ്? മഹാരാഷ്ട്രയിലുള്ളതാണ്. മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തിയത് എന്ന് ചോദിച്ചാൽ അപ്പൊ ഏതാണ്? മഹാരാഷ്ട്രയാണ്. ക്ലിയർ ആയല്ലോ? രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങൾക്കുള്ള 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരം ലഭിച്ചത് ഇൻഡോറിനും സൂററ്റിനും. 1,00,000 താഴെ മാത്രം ജനസംഖ്യയുള്ള ഇന്ത്യയിലെ നഗരങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം സസ്വാദ്, മഹാരാഷ്ട്രയിലുള്ള സ്ഥലമാണത്. മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാമതെത്തിയത് ആരാണ്? മഹാരാഷ്ട്രയാണ് കേട്ടോ. സംസ്ഥാനം എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. ഓക്കെ, ക്ലിയർ?